Hi friends, welcome back to my channel. ഇന്നത്തെ വീഡിയോ കേരള സ്റ്റൈൽ കുക്കിംഗ് ആണ്. ഇന്നത്തെ വീഡിയോ ഒരു സൈഡ് ഡിഷ് ആണ്. നമ്മൾ ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ട് ഒരു സൈഡ് ഡിഷ് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് 2-3 പേര് വന്നു കഴിഞ്ഞാൽ കൂട്ടാനുണ്ടാക്കാൻ എളുപ്പമുള്ള മാർഗ്ഗമാണിത്. അപ്പോൾ അതിന് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് വേണ്ട സാധനം സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പുതിന ഇല ഇവിടെ ഞങ്ങളുടെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ അരിഞ്ഞിട്ടത്, മുട്ട, കുരുമുളക് പൊടി, കടുകും ജീരകവുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു പാൻ എടുത്ത് പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ കടുകും ജീരകവും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഇട്ട് കൊടുക്കുക. ജീരകം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യം ഇട്ട്, ജീരകം ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചിലർക്ക് ജീരകത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ല, അങ്ങനെയാണെങ്കിൽ ജീരകം ചേർക്കണ്ട. പെരുംജീരകവും ഇതിനകത്ത് ഇടാവുന്നതാണ്. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കഴിഞ്ഞ് സബോളയും കൂടെ ഇതിൻ്റെ കൂടെ സബോളയും പച്ചമുളകും കൂടെ ഇട്ട് നല്ലപോലെ വഴട്ടുക. കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റണം. പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് 2-3 പേര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ മിക്കവാറും ദിവസങ്ങളിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. മുട്ടയും ഉരുളക്കിഴങ്ങും പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. ഈ ഉരുളക്കിഴങ്ങിന് പകരം നമ്മൾ ക്യാരറ്റ് ആണെങ്കിലും നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും ഇഷ്ടപ്പെടും പിള്ളേർക്ക്. ഇപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് അരിഞ്ഞ ആ വെള്ളം നമ്മൾ വേസ്റ്റ് കളയരുത്. ചെടികൾ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഒന്നും ഞാൻ ചേർക്കുന്നില്ല. താല്പര്യമുള്ളവർക്ക് ചേർക്കാം. മുട്ട ചേർക്കുന്നതായതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. പിന്നെ ഞങ്ങളുടെ അപ്പൂസ് ഇപ്പം മുട്ട കഴിക്കത്തില്ല, അതുകൊണ്ട് ഇച്ചിരി മുട്ട ചേർക്കാതെ ഞാൻ അവന് മാറ്റി വയ്ക്കുന്നത് കൊണ്ട് ഇച്ചിരി ഗരം മസാല, മീറ്റ് മസാലയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണ്ടാത്തവർ ചേർക്കണ്ട. മുട്ടയ്ക്ക് പകരം തേങ്ങ വേണേലും ചേർക്കാം. മുട്ട ചേർക്കുമ്പോഴും തേങ്ങ വേണേലും ചേർക്കാം, തേങ്ങ താല്പര്യമുള്ളവർക്ക്. ഇവിടെ തേങ്ങ അത്രയും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരുമാതിരി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം, മുട്ട ചേർക്കാത്തവർക്ക് വേണ്ടി. എന്നിട്ട് നമുക്ക് മുട്ട ഇതിൻ്റെ കൂടെ അടിച്ച് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പം നല്ല ഫ്ലെയിം ഫുൾ വെച്ചിട്ട് വേണം മുട്ട ചേർക്കാൻ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്താൽ മതി. പക്ഷേ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട ചേർത്ത് കഴിഞ്ഞ് ഫ്ലെയിം കുറയ്ക്കാതെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നല്ലപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ട എല്ലായിടത്തും പിടിച്ച് ഉരുളക്കിഴങ്ങിൻ്റെ മേലിലും മുട്ട മിക്സായി നല്ല ഒരു ടേസ്റ്റിയും നല്ല ഒരു ഫ്ലേവറുമാണ് നമ്മൾ മീറ്റ് മസാലയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടാനുണ്ടെങ്കിൽ മതി, വേറെ ഒന്നുമില്ലേലും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഈ മുട്ടത്തോടും കളയരുത്. അതിനെക്കുറിച്ചുള്ള യൂസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം. അപ്പം നമ്മുടെ മുട്ട എല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റിൽ അതിൻ്റെ ഫ്ലേവർ മണം വരാൻ വേണ്ടി പുതിന ഇലയും പിന്നെ കുരുമുളക് പൊടിച്ചതും ഇതിൻ്റെ മേലിൽ നമ്മൾ തൂവി കൊടുക്കുന്നുണ്ട്. അത് ലാസ്റ്റ് നിർത്താൻ നേരം മതി, അപ്പോഴേ ആ മണം നല്ലപോലെ വരത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനൊരു സെർവിങ് ഡിഷിലാക്കാം. ഞാൻ ഈ ഡിഷൊക്കെ മേടിച്ചത് നാഗർകോവിലിൽ നിന്ന്. അതിനെക്കുറിച്ച് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കാണണം. നമ്മൾ ഈ പുതിന ഉപയോഗിച്ചിട്ട് അതിൻ്റെ തണ്ട് നമ്മൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് ഡപ്പയിൽ മണ്ണ് നിറച്ച് അതിനകത്ത് കുത്തി വെച്ചാൽ മതി. അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാനുള്ള പുതിനയും കിട്ടും അതിൽ നിന്ന്. അപ്പോൾ അടുത്തൊരു കേരള ഫുഡുമായിട്ട് നെക്സ്റ്റ് സാറ്റർഡേ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.